പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അഹ്ലുകാരായ നാം സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ ഒരുപാട് കടപ്പാടുകളും ബാധ്യതകളും നമ്മൾ വീട്ടി തീർക്കേണ്ടതുണ്ട്. നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നാമുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളോട്, ചില മനുഷ്യരോടുള്ള ബാധ്യതകൾ നിർബന്ധമായും നമ്മൾ വീട്ടേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ കൃത്യമായി പരിചയപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുകയാണ്, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ മറ്റൊരാളെയും ആരാധിക്കരുത് എന്ന് അല്ലാഹു വിധിച്ചിരിക്കുകയാണ്. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് അല്ലാഹു വിധിച്ചിരിക്കുകയാണ്, വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റ് ആണ്. ആരാധനാ കർമ്മങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുകയാണ്, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, അവനെയല്ലാതെ നിങ്ങൾ മറ്റൊരാളെയും ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ ചെയ്യണേ എന്ന് അല്ലാഹു വിധിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളോട് നിങ്ങൾ ഗുണം ചെയ്യണം. ഇത് അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റ് ആണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഖുർആനിലെ മറ്റു ആയത്തുകൾ, സൂറത്തുകളിൽ നോക്കിയാൽ ഇങ്ങനെയുള്ള പ്രയോഗം നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. വഖളാ റബ്ബുക, അല്ലാഹു വിധിച്ചിരിക്കുകയാണ്, അല്ലാഹു ജഡ്ജ്മെന്റ് നടത്തിയിരിക്കുകയാണ്. അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണേ എന്ന് പരിശുദ്ധമായ സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള മര്യാദകൾ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കയറി വരികയാണ്. സ്വഹാബി വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, ദുല്ലനി അലാ അമലിൻ ഇദാ അമൽതുഹു ദഖൽതുൽ ജന്ന, നബിയെ എനിക്കൊരു അമൽ പറഞ്ഞു തരണം നബിയെ, ആ അമൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ദഖൽതുൽ ജന്ന, എനിക്ക് സ്വർഗം ലഭിക്കും നബിയെ. സ്വഹാബി ചേർത്തി പറയുകയാണ്, നബിയെ എനിക്കൊരുപാട് മക്കളുണ്ട് നബിയെ, പകലന്തിയോളം കഷ്ടപ്പെട്ടാലാണ് എന്റെ മക്കളെ എനിക്ക് വളർത്താൻ കഴിയുന്നത്. കൂടുതലായി എന്തെങ്കിലും പറഞ്ഞു തന്നാൽ ഒരു പക്ഷേ എനിക്കത് ചെയ്തു തീർക്കാൻ സാധ്യമല്ല നബിയെ. അതുകൊണ്ട് ദുല്ലനി അലാ അമലിൻ, ഒരു അമൽ എനിക്ക് പറഞ്ഞു തരൂ നബിയെ, ഇദാ അമൽതുഹു, ഞാൻ ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ദഖൽതുൽ ജന്ന, എനിക്ക് സ്വർഗം ലഭിക്കും നബിയെ. അങ്ങനെയുള്ളൊരു അമൽ എനിക്ക് പറഞ്ഞു തരൂ. ആ സ്വഹാബി ചോദിച്ചപ്പോൾ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാണ്, തുഖീമുസ് സ്വലാത്ത്, നീ നിസ്കാരം മുറ പോലെ നിർവഹിക്കേണ്ടതുണ്ട്. നിസ്കാരം നിങ്ങൾ നിലനിർത്തണം. സകാത്ത് നിർബന്ധമായി കഴിഞ്ഞാൽ നിങ്ങൾ സകാത്ത് വെട്ടിക്കൊടുക്കണം. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ സമാഗതമായാൽ റമദാനിൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും വേണം. പരിശുദ്ധമായ മക്കയിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായും ശാരീരികമായും നിങ്ങൾക്ക് സാധ്യമെങ്കിൽ നിങ്ങളത് ചെയ്യണം. ഈ 4 കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞപ്പോൾ ആ സ്വഹാബി പറയുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, ഈ 4 കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുകയില്ല. ഈ 4 കർമ്മങ്ങൾ ചെയ്താൽ എനിക്ക് സ്വർഗം ലഭിക്കുമല്ല തങ്ങളെ. തീർച്ചയായും എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബി വളരെ സന്തുഷ്ടനായി തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് നസലൽ അമീനു മലക്ക് ജിബ്രീൽ, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ തങ്ങളുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വരികയാണ്. നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, അങ്ങയോട് സ്വർഗം ചോദിച്ചുകൊണ്ട് ഒരാൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നില്ല തങ്ങളെ. അങ്ങതിന് 4 കർമ്മങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ തങ്ങളെ. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമായല്ലോ. സന്തോഷവാനായാണ് അദ്ദേഹം തിരിച്ചു പോകുന്നതെങ്കിൽ, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്. അല്ലാഹു എന്നെ പറഞ്ഞു വിട്ടതാണ്. അങ്ങയോട് അയാളെ തിരിച്ചു വിളിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് തങ്ങളെ. എന്തിനാണ്? അങ്ങ് അദ്ദേഹത്തോട് പറഞ്ഞ 4 കർമ്മങ്ങളുണ്ടല്ലോ, ആ 4 കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് അല്ലാഹു വെച്ചിരിക്കുകയാണ്. എന്താണ് ജിബ്രീലിലെ ഡിമാൻഡ്? ഹബീബായ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുകയാണ്, നബിയെ, നിസ്കരിക്കണം, അതുപോലെ നോമ്പ് നോൽക്കണം, സകാത്ത് വീട്ടണം, ഹജ്ജ് ചെയ്യണം. ഈ 4 കർമ്മങ്ങളിലൂടെ സ്വർഗം ലഭിക്കുമെന്ന് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഈ 4 കർമ്മങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. അത് മാലം യഉഖ വാലിദൈഹി, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരിക്കുക എന്ന ഡിമാൻഡാണ്. ഹബീബായ തങ്ങൾ ഉടനെ ആ സ്വഹാബിയെ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചു വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സഹോദരാ, നിങ്ങൾ സ്വർഗം ചോദിച്ചുകൊണ്ടാണ് എന്റെ സന്നിധിയിലേക്ക് വന്നത്. 4 കർമ്മങ്ങൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങ് വല്ലാത്ത സന്തുഷ്ടനാണ്. സന്തോഷവാനായി തിരിച്ചു പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് അല്ലാഹു അങ്ങയോട് പറയാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. എന്താണ് നബിയെ കാര്യം? ആ സ്വഹാബി ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, മാലം തഉഖ വാലിദൈക്, സഹോദരാ, നീ നിന്റെ 4 കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ മാലം തഉഖ വാലിദൈക്, നിന്റെ മാതാപിതാക്കളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതിരിക്കണം. ഇത് അല്ലാഹു വെച്ച ഡിമാൻഡാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഞാൻ ഇതെന്തിനാണ് പറയുന്നതെന്നറിയുമോ? ഇവിടെ ഒരുമിച്ച് ഓടിയവരിൽ ആരെങ്കിലും ഒരാൾ മാതാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പിതാവുമായി പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് ജുമാ നിർവഹിച്ച ജുമാ നിസ്കാരം വെറുതെയാണ്. അവൻ ചെയ്യുന്ന സ്വതക്ക വെറുതെയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, തുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തണം, സകാത്ത് വീട്ടണം, നോമ്പ് നോൽക്കണം, പരിശുദ്ധമായ മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്യണം. ഈ 4 കർമ്മങ്ങളിലൂടെ സ്വർഗം ലഭിക്കണമെങ്കിൽ ഒരു അടിസ്ഥാനമായ ഡിമാൻഡ് ഉണ്ട്. മാലം തഉഖ വാലിദൈക്, നിന്റെ മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവരുടെ നിസ്കാരം വെറുതെയാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവരുടെ സകാത്തുകൾ കോടിക്കണക്കിന് കൊടുത്താലും വെറുതെയാണ്. മാതാവിന്റെ കണ്ണുനീരിനിവൻ കാരണമായ പരിശുദ്ധമായ മക്കയിൽ ചെന്ന് കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താലും അല്ലാഹുവിന് നിന്റെ ഹജ്ജ് കർമ്മം വേണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള പൊരുത്തം എന്നത് അല്ലാഹുവിന്റെ പൊരുത്തമാണ്. ഒരു തത്വമുണ്ടല്ലോ, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്ന തത്വമാണ്, അള്ളാഹുവിന്റെ പൊരുത്തം എന്നത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. അള്ളാഹുവിന്റെ കോപം എന്നത് ഫീ സുഖ്തിൽ വാലിദൈൻ.
മാതാപിതാക്കളുടെ കോപത്തിലാണ്. മാതാപിതാക്കൾ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ വല്ലാതെ വെറുത്തു പോയിട്ടുണ്ടെങ്കിൽ, മാനസികമായി വല്ലാതെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരെ വെറുത്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മാതാപിതാക്കൾ മക്കളിൽ സന്തുഷ്ടമാരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മക്കളെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിന്റെ സാരമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഗൗരവത്തോടെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ സ്വഹാബി വൃന്ദത്തിലെ വിശ്വപ്രസിദ്ധനായ സ്വഹാബിയാണ്. സയ്യിദുൽ മുഫസ്സിരീൻ, പരിശുദ്ധമായ ഖുർആൻ ആയത്തുകൾക്ക് വിശദീകരണം നൽകിയവരിൽ ഏറ്റവും മഹോന്നതരായി സയ്യിദുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവായി അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, നബി തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് തങ്ങളുടെ മകനാണ് അബ്ദുല്ലാഹ് എന്നവർ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് 13 വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 13 വയസ്സുള്ള ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളാണ് ഹബീബായ തങ്ങളുടെ ദുആ കാരണം ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തിയത്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്. ഈ 3 ആയത്തുകൾ മഖ്റൂനത്തുൻ ബിസലാസ്. ഓരോ ആയത്തിലും 2 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ 2 കാര്യങ്ങളിൽ ഒന്ന് ചെയ്തിട്ട് മറ്റേത് ചെയ്തില്ലെങ്കിൽ ചെയ്ത ഈ കർമ്മം പോലും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് മഹാനായ സയ്യിദുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ശുദ്ധമായ ഖുർആനിൽ 3 ആയത്തുകളുണ്ട്. ഓരോ ആയത്തിലും അള്ളാഹു 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 2 കാര്യങ്ങളിൽ ഒന്ന് ചെയ്തു മറ്റേത് ചെയ്തില്ലെങ്കിൽ ചെയ്ത കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഏതാണ് ആ 3 ആയത്തുകൾ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത്വീഉല്ലാഹ വ അത്വീഉർ റസൂൽ, അള്ളാഹുവിനെ നിങ്ങൾ വഴിപ്പെടണം. വ അത്വീഉർ റസൂൽ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വഴിപ്പെടണം. ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. ഫമൻ അത്വഅ അല്ലാഹ വലം യുത്ഇർ റസൂൽ, അല്ലാഹുവിനെ വഴിപ്പെട്ടിട്ട് നബി തങ്ങളെ വഴിപ്പെടാതെ കഴിഞ്ഞ ഒരുത്തൻ ലം തുഖ്ബൽ മിൻഹു ത്വഅതുഹു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി അവൻ വഴിപ്പെട്ട അവന്റെ ഇബാദത്തുകളൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അല്ലാഹുവിനെ വഴിപ്പെടണം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വഴിപ്പെടണം. എന്നാലാണ് അല്ലാഹുവിനെ ചെയ്ത ഇബാദത്തുകൾ അടക്കം അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നത് അഖീമുസ് സ്വലാഹ് വ ആതുസ് സകാത്ത്, നിസ്കാരം മുറ പോലെ നിങ്ങൾ നിലനിർത്തണം. സകാത്ത് നിർബന്ധമായാൽ സകാത്ത് നിങ്ങൾ വീട്ടിൽ കൊടുക്കുക തന്നെ വേണം. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, പക്ഷേ സകാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. 3-ാമത്തെ ആയത്ത് എന്താ സഹോദരങ്ങളെ? ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. അനിഷ്കുർലി വലിവാലിദൈക, ഹബീബായ തങ്ങൾക്ക് അവതീർണമായ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അനിഷ്കുർലി, നിങ്ങൾ എന്നോട് നന്ദി ചെയ്യണം, എനിക്കുള്ള കടപ്പാടുകൾ നിങ്ങൾ വീട്ടണം. വലിവാലിദൈക്, നിന്റെ മാതാപിതാക്കളോടുള്ള കടമകളും നിങ്ങൾ വീട്ടണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ഇതിന് വിശദീകരണം നൽകുകയാണ്. ഫമൻ ശകറല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനുള്ള നന്ദി ചെയ്തു കഴിഞ്ഞാൽ, വലം യസ്കുർ ലിവാലിദൈ, മാതാപിതാക്കളോടുള്ള കടമകൾ അവൻ ചെയ്തില്ലെങ്കിൽ, ലം യുഖ്ബൽ മിൻഹു ശുക്റുഹു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ചെയ്ത നന്ദികളും കടപ്പാടുകളും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനിൽ നിന്ന് സ്വീകരിക്കുകയില്ലെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മാതാപിതാക്കളോട് ചീത്ത പറയുന്നവർ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവർ
പള്ളിയിൽ ഇരുന്ന് എത്ര എഴുത്തികാഫിരുന്ന് ദിസ്കിറു ചൊല്ലി തസ്ബീഹ് ചൊല്ലിയാലും അതൊന്നും ഈ ഒന്നാം ആകാശം വിട്ടത് മേലോട്ട് പോവില്ല. കാരണം മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയാലേ നിന്റെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് തങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കണം പ്രിയമുള്ളവരെ, എത്രയാണ് മാതാപിതാക്കളോടുള്ള കടമ. തീർത്താൽ തീരുമോ? ഇല്ല. എത്രത്തോളം ഹബീബായ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി വന്ന് ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോ ചിലർക്ക് ഇങ്ങനെ പറയാനുണ്ടാകും, ഉസ്താദെ നിങ്ങൾ പറയുന്ന കാറ്റഗറിയിലൊന്നല്ല എന്റെ ഉമ്മ ഉള്ളത്, എന്റെ വാപ്പ ആ കാറ്റഗറിയിലല്ല ഉസ്താദെ. വായ തുറന്ന കുടുംബം കുളന്നുകൊണ്ടുന്ന അവസ്ഥയാണ്. അത്രയും മോശമായ അസഭ്യമായ വാക്കുകളാണ്, മോശം സ്വഭാവമാണ് എന്റെ വാപ്പാക്കുള്ളത്, എന്റെ ഉമ്മാക്കുള്ളത്, കുടുംബത്തിലാകെ പ്രശ്നമാണ് മൂപ്പര് കാരണത്താൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതേ ആശയവുമായിട്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി വരുന്നുണ്ട്. ഇന്നലി ഉമ്മ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, എനിക്കൊരു ഉമ്മയുണ്ട്. ഉൻഫിഖു അലൈഹ, ആ ഉമ്മാക്കുള്ള സേവനങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഉമ്മാക്കുള്ള ചെലവുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് നബിയെ. വഹിയ തുലീനി ബിലിസാനിഹാ, ആ ഉമ്മയുടെ നാവ് കൊണ്ട് ഉമ്മ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് നബിയെ. ഉമ്മ എന്നെ ചീത്ത പറയുന്നുണ്ട്, മോശമായി എന്നെ മാനസികമായി വേദനിപ്പിക്കുന്നുണ്ട് നബിയെ. ഞാൻ എന്ത് ചെയ്യണം നബിയെ എന്ന ചോദ്യത്തിന് ഹബീബായ തങ്ങൾ മറുപടി പറയുകയാണ്. ഓർക്കണേ സഹോദരങ്ങളെ, നബി തങ്ങൾ മറുപടി പറയുന്നു, ലൗ ഖതഅത് ലഹ്മക, ഉമ്മ ഒരു കത്തിയെടുത്തുകൊണ്ട് നിന്റെ ശരീരത്തിലെ മാംസം കഷ്ണം കഷ്ണമായി മുറിച്ചെടുത്താൽ, ലൗ ഖതഅത് ലഹ്മക, ഉമ്മ നിന്റെ ശരീരത്തിലെ മാംസം കഷ്ണം കഷ്ണമായി മുറിച്ചെടുത്താലും, മാ അദ്ദൈത റുബഅ ഹഖിഹാ, ആ ഉമ്മയോട് നീ കാണിക്കേണ്ട കടപ്പാടിൽ 1/4 പോലും പൂർത്തിയാവുകയില്ല സഹോദര എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി. കത്തിയെടുത്ത് ശരീരം, നമ്മുടെ ശരീരം ഉമ്മ മുറിച്ചാൽ ഉമ്മയോടുള്ള കടപ്പാടിന്റെ 1/4 പോലും പൂർത്തിയാവൂല. അത്രമേൽ കടപ്പെട്ടിരിക്കുകയാണ് മാതാപിതാക്കളോടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിന്റെ മാതാപിതാക്കളെ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തിക്കൊണ്ട് നിങ്ങൾ അവരോട് സമീപിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ആയുസ് കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളുടെ തണലിൽ തൃപ്തിയിൽ കഴിയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സമുദായത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, നമ്മുടെ ഈ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മാതാപിതാക്കളെ വേദനിപ്പിച്ചു എന്നതാണ്. കാരണം എന്താ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അൽ ബറകത്തു മഅ അകാബിരിക്കും. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലെ വാർദ്ധക്യമെത്തിയവരോടൊപ്പമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇരിക്കുന്ന കാരണവന്മാരായ, വാർദ്ധക്യത്തിലെത്തിയ എന്റെ പ്രിയപ്പെട്ട കാരണന്മാർ, ഉപ്പമാർ, അവരുടെ കൂടെയാണ് ബറക്കത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉപ്പയുമായി പിണങ്ങി നിൽക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് തകർച്ചയാണ് ഉണ്ടാക്കുന്നത്, ബറക്കത്ത് നിന്റെ ജീവിതത്തിൽ ലഭിക്കുകയില്ലെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.